ഇവന്മാർ പറയുന്നത് ഇതിൻ്റെ മേലെ കൂടെ ഒന്നും പാർട്ടി ആദർശം പോവില്ല എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിക്കാർക്ക് ആദ്യമേ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. അത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു റിയലിസ്റ്റിക്കായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കേസ്, അങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ട് പടം തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പടത്തിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമാണ് ഡിസ്കസ് ചെയ്യുന്നത്, രാഷ്ട്രീയം എന്തെങ്കിലും ആയിരിക്കുന്നത് നമ്മൾ കരുതുക. പക്ഷേ ലേറ്ററാണ് നമുക്ക് മനസ്സിലാവുന്ന അജീഷ് എന്ന് പറഞ്ഞ കഥാപാത്രം കയറി വരുമ്പോഴും ഇങ്ങനെ സ്വർണത്തിൻ്റെ ഒരു കേസ് വരുമ്പോഴാണ് നമ്മൾ പടത്തിലെ കോർ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു ആസ്പെക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, റിയലിസ്റ്റിക് ആയൊരു സംഭവം ചെയ്തത്. പാർട്ടി കേസസ്, നമ്മുടെ രാഷ്ട്രീയത്തിനെ ഒന്ന് നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിരുന്ന ഒരു പ്രൊവർബാണ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ എന്ന് പറയുന്നത്. പോകെ എക്സ്പീരിയൻസ് ഒന്നും ജോലിക്ക് കയറിയപ്പോഴൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്, പൈസ ഒരിക്കലും റൂട്ട് ഓഫ് ദ ഈവിൾ അല്ല. പൈസയാണ് പവർ. പൈസ ഉള്ളവർക്കേ വിലയുള്ളൂ. പൈസ ഒരു ആവശ്യമാണ്. പൈസ ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ ആ പ്രൊവർബിനോട് കംപ്ലീറ്റ്ലി എനിക്കതിനുള്ള എതിർപ്പാണ്. കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മണി ഒരു റൂട്ട് ഓഫ് ഈവിൾ അല്ലെങ്കിലും ഗോൾഡ് എന്ന് പറയുന്നത് ഒരു റൂട്ട് ഓഫ് ഈവിൾ ആണെന്ന് ക്ലിയർ ആയിട്ട് ആ മണീനെ മാറ്റി റീപ്ലേസ് ചെയ്ത് ഗോൾഡ് വെക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ പടം കണ്ടപ്പോൾ നല്ല പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൂന്നാമത്തെ കേസ് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാധനം ഇപ്പോൾ മണി എന്ന് പറയുന്നതിന് പകരം ഗോൾഡ് അവിടെ വെക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലോ അല്ലെങ്കിൽ പോട്ടെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പലരും പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിൽ നമുക്ക് ക്ലിയർ ആക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരാളും നമ്മൾ ലൈഫിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണരുത് ലൈഫിൽ ആളുകളെ എന്നുള്ളതാണ്. എല്ലാവരും ഗ്രേ ഷെയ്ഡ്സ് ഉള്ളവരാണ്. പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാൾ വളരെ നല്ല ഒരാൾ, അല്ലെങ്കിൽ വേറൊരാളെ കാണുമ്പോൾ വളരെ മോശമായ ഒരാൾ എന്നുള്ളൊരു അഭിപ്രായം നമ്മൾ കൊണ്ടുവരാറുണ്ട്. പലപ്പോഴും പ്രിജുഡീസോട് കൂടിയിട്ട് ആളുകളെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ റിലേറ്റീവാണ്. അതായത് നിങ്ങളൊരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലതായി തോന്നുന്നു വെച്ചാൽ അയാൾ നല്ലതാവണം എന്നില്ല, ചീത്തയെന്ന് പറഞ്ഞാൽ ചീത്ത. ഇത് രണ്ടും തെറ്റുമല്ല. ബേസിക്കലി ഇതൊക്കെ സാഹചര്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണെന്നും ഈ പടത്തിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരേ വ്യക്തി, ആദ്യം തുടങ്ങുന്ന വ്യക്തിക്ക് ബേസിൽ ജോസഫിനെ, അജീഷ് എന്ന കഥാപാത്രത്തിനെ കൊല്ലാൻ തോന്നുന്നു. അത് കഴിഞ്ഞ് അജീഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഈ കഥാപാത്രത്തിനെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുന്നു. ഇപ്പോൾ ഇവരുടെയൊക്കെ ലൈഫിൽ അവരെല്ലാവരും ഭയങ്കര പാവങ്ങളാണ്. അവരുടെ സാഹചര്യമാണ് അവരെ വില്ലനും നല്ലവനും ഒക്കെ ആക്കുന്നത്. ആ ഒരു കഥാപാത്രത്തിൻ്റെ ഇതിൽ ഓരോ കഥാപാത്രത്തെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ കഥാപാത്രത്തിൻ്റെയും അവരുടെ യാത്ര എന്ന് പറയുന്നത് വളരെ ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഗോൾഡാണ്. ഗോൾഡ് എന്നുള്ള